ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് മലയാളികൾ. അത്തരത്തിൽ ഓരോ കുടുംബങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് വിപണിയിലെ വിലക്കയറ്റം. എന്നാൽ ആ വിലക്കയറ്റം മറികടക്കാൻ ഇപ്പോൾ സപ്ലൈകോ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫെയർ മാർക്കറ്റുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായ GR അനിലാണ്. മിനിസ്റ്ററെ, ഓണക്കാലത്തെന്ന പോലെ ഇത്തവണയും ഒരു സർപ്രൈസ് അല്ലേ സപ്ലൈകോ ഒരുക്കി വെച്ചിരിക്കുന്നത്? അതെ, ഓണക്കാലത്തേക്കാൾ കൂടുതൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വിലക്കുറവ്, അതുപോലെ സാധനങ്ങൾ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ഓഫർ അതിനേക്കാൾ കൂടുതലുണ്ട്. കൂടുതൽ സഫീഷ്യൻ്റായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഓണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് ക്രിസ്മസ് ഫെയറുകൾ തയ്യാറായിട്ടുണ്ട്. ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും സബ്സിഡി നൽകുന്നത് കേരളം? വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ നമ്മൾ 319 രൂപയായിരുന്നു സബ്സിഡി വില, അത് 309 കുറച്ചു. 2 ലിറ്റർ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അടുത്ത മാസത്തെ കൂടെ വാങ്ങുന്നത് 4 ലിറ്റർ വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഒരു കുടുംബത്തിനുണ്ട്. അതുപോലെ അരി 25 രൂപ നിരക്കിൽ 20 കിലോ, അത് 40 കിലോ വേണമെങ്കിലും വാങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ നമുക്ക് വില കുറച്ചും ന്യായവിലയ്ക്കും ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സൗകര്യം ജനങ്ങൾക്ക് ഒരുക്കിയതിലൂടെ മാർക്കറ്റിലേക്ക് ജനങ്ങൾ പോകേണ്ടുന്ന അവസ്ഥ, പൊതുമാർക്കറ്റിലെ വില വർധനവ് ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഗവൺമെൻറ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രത്യേകതയാർന്ന ഒന്ന്, ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും എല്ലാ ഉൽപ്പന്നവും വാങ്ങാൻ കഴിയുന്ന ഒരവസരം ഇത്തവണ തയ്യാറാവുകയാണ്. മുമ്പാണെങ്കിൽ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമേ ലഭിക്കൂ. ഇപ്പം നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സൗകര്യപ്രദമായ ഔട്ട്ലെറ്റുകളിൽ അതെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളോ മാവേലി സ്റ്റോറുകളോ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഇതെല്ലാം ലഭിക്കാൻ കഴിയുന്നു. ആളുകൾക്ക് സപ്ലൈകോ എന്ന് പേരെഴുതിയ ഏത് സ്ഥാപനത്തിലും കടന്നു ചെന്നാൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാകും. ഈ വെളിച്ചെണ്ണയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം വിലക്കയറ്റം വെളിച്ചെണ്ണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഏതൊക്കെ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്? നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കുറയ്ക്കാനാണ്. മാർക്കറ്റിലെ വിലയേക്കാൾ വളരെ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെ വീണ്ടും 3 രൂപ 2 രൂപ വീതം ഓരോ കിലോയ്ക്ക് വീണ്ടും കുറച്ചിരിക്കുകയാണ് ക്രിസ്മസ് പ്രമാണിച്ച്. അത് പയറാണെങ്കിലും മറ്റുള്ള പരിപ്പാണെങ്കിലും അതിനെല്ലാം 3 രൂപ വിലക്കുറവ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വില വീണ്ടും കുറയ്ക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ഓണത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ്. ഈ ഫെയർ മാർക്കറ്റുകൾ ഒഴിച്ച് നമുക്ക് നാടൻ പ്രദേശങ്ങളിലേക്ക് വന്നാൽ റേഷൻ കടകളിലെല്ലാം ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് എല്ലാം സാധനങ്ങളായാലും ഒരുക്കിയിട്ടുണ്ടോ മുഴുവനായിട്ട്? റേഷൻ കടകളിൽ ഈ ക്രിസ്മസ് പ്രമാണിച്ച് വെള്ളക്കാർഡിന് 10 കിലോ സ്പെഷ്യൽ അരി കൊടുക്കുകയാണ്. ഓണത്തിന് കൊടുത്തതുപോലെ ക്രിസ്മസിനും കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നൽകാൻ കഴിഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ ജനങ്ങൾ 60 രൂപ വിലയുള്ള ചമ്പാവരി 10.90 വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ്. അടുത്ത മാസം ജനുവരി മാസം വെള്ള നീല കാർഡുകാർക്ക് കഴിഞ്ഞ 4 വർഷമായി ലഭിക്കാത്ത ഗോതമ്പ് ആട്ട 2 കിലോ വീതം ലഭിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പൊതുമാർക്കറ്റിലേക്ക് ആളുകളെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് സബ്സിഡിയായും വില കുറച്ചും നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. ഈ ഫെയർ മാർക്കറ്റുകൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഒരു ക്വാളിറ്റി വേണം എന്നുള്ളതാണ് സാധാരണയായിട്ടും പൊതുജനങ്ങൾക്കുള്ളത്. അത് ഉറപ്പാക്കാൻ എന്തൊക്കെ രീതിയിലുള്ള നടപടികളാണ് എടുത്തത്? കാണേണ്ടുന്നത് പ്രീമിയം ഉൽപ്പന്നങ്ങളായി നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാറാൻ കഴിയില്ല. അത് വിവിധ തരത്തിലുള്ള, ഏത് കടയിൽ ചെന്നാലും നമുക്ക് 2, 3, 4 ഇനത്തിലുള്ള ഒരേ ഉൽപ്പന്നം കാണാൻ കഴിയും. അപ്പോൾ ഒരു മീഡിയം എന്നാൽ ന്യായവിലയ്ക്ക് ലഭിക്കുന്നത് ക്വാളിറ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. ഓരോ വർഷം കഴിയും തോറും മെച്ചപ്പെടുന്ന രീതിയിലേക്ക് സപ്ലൈകോയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും മാറിയിട്ടുണ്ട്. ഈ അരിയുടെയൊക്കെ ഒരു ലഭ്യതയും അതുപോലെ തന്നെ കൂടുതലായിട്ട് കർഷകർ എടുത്തില്ല എന്നുള്ള പരാതികൾ പാലക്കാട് മേഖലയിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് അരിയുടെ? അത് നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെല്ല് സംഭരണം നമ്മൾ നടത്തുന്നത് പലരുടെയും കൂടെ ആശ്രയം, പലരെയും കൂടെ സഹായത്തോടു കൂടിയാണ്. ബാങ്കിൻ്റെ ചില നിലപാടുകൾ നമ്മൾ 2 മാസം വൈകിപ്പിച്ചു. എന്നാൽ ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല. മുഴുവൻ നെല്ല് സംഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ സംഭരിച്ച നെല്ലിൻ്റെ പണം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ സംഭരിക്കുന്ന നെല്ലിൻ്റെ പണം PRS എഴുതി കൃത്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രം ഒരു വലിഞ്ഞു മുറുക്കുന്നു എന്നുള്ള രീതിയിലുള്ള സപ്ലൈകോ ഉണ്ട്. അതായത് ഇത്തവണ ഇങ്ങനെ മറികടക്കുന്ന ഈ ഒരു ഫെയറിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് നിരന്തരമായി കാട്ടുന്ന അവഗണന, അവരുടെ ഒരു സമീപനവും നമ്മുടെ സമീപനം രണ്ടാണ്.
അവരുടെ സമീപനം എന്താ? അവർ പറയുന്ന ഇത്തരത്തിലുള്ള സ്റ്റോളുകളിലൂടെ വില കുറച്ച് കൊടുക്കുന്നത് നിങ്ങൾ നടത്തുന്ന ധൂർത്തമെന്നാണ്. ഞങ്ങളുടെ സമീപനം എന്താ? മാർക്കറ്റിലേക്ക് ജനങ്ങളെ തള്ളിവിടാതെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന അവസരം ഒഴിവാക്കാൻ ഇത്തരം സബ്സിഡി നൽകുക എന്നുള്ളതാണ്. സാധാരണക്കാരെ ഗവൺമെൻറ് സംരക്ഷിക്കാൻ ചേർത്ത് നിർത്താനുള്ള നിലപാടാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത്. അതേപക്ഷം കോൺഗ്രസ് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. ഇതുപോലൊരു ഔട്ട്ലെറ്റോ ഇതുപോലൊരു ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ BJP കോൺഗ്രസ് ഭരണത്തിൽ കാണാൻ കഴിയുമോ? അപ്പോൾ അവരുടെ നിലപാടിന് എൻ്റെ ഡിഫറൻ്റാണ് നമ്മുടെ നിലപാട്. നമ്മളുടെ നിലപാട് അവർ കാണുന്നത് നമ്മൾ ദൂർത്ത് നടത്തുന്നതാണ് ഈ സബ്സിഡി കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നതാണ് അവരുടെ നിലപാട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സമീപനം എല്ലാ കാര്യത്തിലും അവർക്ക് കാട്ടാറുണ്ട്. നമുക്ക് പണം നൽകുന്ന കാര്യത്തിൽ നമുക്ക് സബ്സിഡിയായി ഇപ്പം നമുക്ക് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ആവശ്യപ്പെട്ട എന്താ? 8 രൂപ 30 പൈസ നിരക്കിൽ അരി തരാനാണ്, ഫ്രീ ആയി തരാനല്ല. നമ്മൾ കൊടുക്കുന്ന മറ്റ് ട്രേഡ് ഓവർ വിഹിതം വാങ്ങുന്നത് 8 രൂപ 30 പൈസ നിരക്കിലാണ്. ആ നിരക്കിൽ അധികം 5 കിലോ വീതം ഒരു കാർഡിന് നൽകാനാണ് പറഞ്ഞത്. നൽകിയില്ലല്ലോ. അപ്പോൾ അവരുടെ നിലപാട് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് പോകാൻ അവർ തയ്യാറല്ല. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ ഫെയറുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതാണ്. മിനിസ്റ്ററാണ് എൻ്റെ ഒപ്പം ഇപ്പോൾ ചേർന്ന മിനിസ്റ്ററെല്ലാം ഇവിടെ വന്ന ആളുകളുടെ അടുത്ത് കുശലാന്വേഷണങ്ങളടക്കം ചോദിച്ച് അറിഞ്ഞ് എന്താണോ വേണ്ടത് അതിൽ ഊന്നൽ നൽകുന്ന ഒരു പ്രവർത്തനത്തിൽ മിനിസ്റ്ററും ഇപ്പോൾ തിരക്കിലാണ്. കേന്ദ്രം ദൂർത്തെന്ന് പറഞ്ഞ് കൊള്ള ലാഭത്തിലേക്ക് ജനങ്ങളെ പിടിച്ച് വിടുന്ന സമയത്താണ് കേരളം ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് കൂടുതലായി വാങ്ങാവുന്ന രീതിയിലേക്ക് വിലകൾ ക്രമീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഫെയർ മാർക്കറ്റുകൾ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഫെയർ മാർക്കറ്റിൽ ഒതുങ്ങി പോകുന്ന ഒരു ന്യൂ ഇയർ അതുപോലെ തന്നെ ചന്തകളല്ല. താഴെത്തട്ടിൽ നാട്ടിൻപുറത്തെ റേഷൻ കടകളിലെല്ലാം തന്നെ കൃത്യമായ സ്റ്റോക്കും അതുപോലെ തന്നെ കൃത്യമായ അരിയും മറ്റും ജനങ്ങൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി GR അനിൽ പറയുകയാണ്. ക്യാമറ പേഴ്സൺ സനൽകുമാറിനോടൊപ്പം M പ്രജീത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.